വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടിയും മുന്നണിയും ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് നിയുക്ത മന്ത്രി പി.കെ. ബഷീർ പറയുന്നത്. ഇതുവരെയുള്ള തന്റെ പ്രവൃത്തികളുടെ അംഗീകാരമായി ഇതിനെ കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നിയുക്ത മന്ത്രി പി.കെ. ബഷീർ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് ഒപ്പം ചേരുകയാണ്. സാർ, ഏറെ സന്തോഷത്തിന്റെ ദിവസമാണെന്നറിയാം. നാളെ അതിസന്തോഷത്തിന്റെ ദിവസമാണല്ലേ? അതെ, ഇതൊക്കെ ഒരു അനുഗ്രഹമാണ്, പടച്ചോൻ്റെ അനുഗ്രഹമാണ്. പാർട്ടി നല്ല ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ളൊരു അംഗീകാരമാണ്. എൻ്റെ വന്ദനായ പിതാവ് സീതിയാജിയാണ് എൻ്റെ രാഷ്ട്രീയ ഗുരു. വാപ്പാക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. എൻ്റെ വാപ്പാൻ്റെ ഒരു കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ, എൻ്റെ 10-40 കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, പൊതുപ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കൃത്യമായ വകുപ്പുകളെ കുറിച്ചൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതീക്ഷകളോ കാര്യങ്ങളോ എന്തെങ്കിലും? ഇല്ല, പ്രതീക്ഷയില്ല. വരട്ടെ. ഇതന്നെ ഇപ്പം നല്ല സന്തോഷമാണല്ലോ. ഇപ്പം നമ്മൾ സാധാരണ ഒരു ജനപ്രതിനിധിയായി വന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റായി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, MLA ആയി ഇങ്ങനെ കിട്ടിയപ്പോൾ ഒരു അംഗീകാരമാണ്. ഇനിയൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. അപ്പം എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഒക്കെ നല്ല നന്മകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഒരു പുതുയുഗം കേരളത്തിന് സമ്മാനിക്കുകയാണ് ലക്ഷ്യമെന്ന് മുമ്പേ വി.ഡി. സതീശൻ പറയുകയുണ്ടായി. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ മുന്നോട്ടുള്ള പ്രവർത്തനം. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കേരളത്തെ മുന്നോട്ടടിച്ച ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. നമ്മൾ മറ്റുള്ളവരെ കേൾക്കുക, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുക, അതിനൊരു പരിഹാരം ഉണ്ടാക്കുക. അതാണ് നമ്മൾ. മാതൃഭൂമിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. മഹത്തായ പാരമ്പര്യമുള്ള ഒരു പത്രമാണ്, റേഡിയോ ആണ്.